അല്ലാതെ സെൻസർ എന്തോന്നു ആരും എണീറ്റിട്ടില്ല. പാവാടത്തുമ്പാലെ കെട്ടിയാലും കിട്ടുന്നു ഇല്ല. ഗൈസ് നാളെ പെരുവാസത്തിലേക്ക് വന്നത് ആരുമില്ല ഗൈസ്. ഞങ്ങള് ഫ്രണ്ടിൽ പെട്ടു ഗൈസ്. നമ്മള് ഫോൺ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. നമ്മള് ഫ്രണ്ടിൽ വന്ന് കോളിംഗ് ബെല്ലും കടിച്ചിട്ടുണ്ട്, അപ്പോഴും ആരും വരുന്നില്ല. സർപ്രൈസ് സർപ്രൈസ്. എണീറ്റ് പോയി പല്ലിയേക്കടേ. എങ്ങോട്ടാ? പുതിയ വീട്ടിലേക്കുള്ള ഗ്രഹപ്രവേശന ചടങ്ങിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങൾ കയറാൻ പോവുകയാണ് ഗായ്സ്. ഗ്രഹനാഥൻ ഞാൻ വഴിപോക്കൻ. ആദ്യം കേറിയിട്ട് പിന്നെ ചേട്ടൻ ആ തളികയായിട്ട് കയറും. പിന്നെ ഓരോരുത്തരും ഓരോ സാധനങ്ങളായിട്ട് കയറും. വന്നിട്ട് കറങ്ങിയിട്ട് വരാം. അവരാരും ഫോൺ എടുക്കുന്നില്ല. പതിയെ പിടിച്ചാൽ മതി. ചൂടുണ്ടേ. കുടിച്ചിട്ട് പോയാ മതി. നീ ഇളക്കാണോ?
കളക്കണ്ടേ? നീ കളിക്കാനടി കൊച്ചു കളിയൊക്കെ. Cheers. മേഡം മുട്ടിക്കണം. Cheers. നോക്കിക്കോ. എന്താ ഗൈസ് ചെയ്യുന്നത്? ഞങ്ങൾ ഗണപതി ഹോമത്തിന്റെ ഗണപതി പ്രസാദം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൊച്ചിന്റെ കൂടെ സാമിനാമിനെ കളിച്ചിട്ട് കേട്ടില്ലേ? ഒന്നുകൂടി അതിന്റെ പേര് 3D മാറ്റ് എന്നാ ഫുള്ള് കവർ ചെയ്യണം. അശ്വതി കണ്ണൻ പഴയിരിക്കുന്നത് കറക്റ്റ് ആണോ നോക്കിക്കൊണ്ടിരിക്കുക. ഒരേ അളവിൽ തന്നെയല്ലേ ശരിയാവും? എല്ലാം ഒരേ മില്ലിമീറ്റർ തന്നെയല്ലേ? അശ്വതി കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ചേച്ചി അവിടെ എന്താ പരിപാടി? ചേച്ചി അരി തിളപ്പിച്ചോണ്ടിരിക്കുക. ഇതില്ലാന്ന് പറയാ, ചോറായില്ലാന്ന് പറയാ. കഞ്ഞി എടുക്കട്ടെ, കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. ബസി ഇത് നിന്റെ ഇതെങ്ങനെ ശരിയാകൂ? അതെ ഇത് മറ്റേ 2 ലക്ഷം അതെ ആരായാലും കുറച്ചേട്ടാ ഹൈബ്രിഡ് അരി തിളച്ചു. അതിലേ അരി തിളക്കുന്നു. അത് ടാഗ്ലൈൻ ഇടാം. ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാം. അത് ചോറ് തിളച്ചോണ്ടിരിക്കുക. സോ എന്താ ഓക്കെ, എന്താണ് പുതിയ വീട്ടിൽ തോന്നുന്നത്? സന്തോഷം. അങ്ങനെയല്ല, ഇത്രയും നാളത്തെ ആഫ്റ്റർ ലോങ് കൊച്ചു ഇങ്ങോട്ട് വന്നു. ഓൾറൈറ്റ് ഓക്കെ, ഇനി നമുക്ക് ചേച്ചിയുടെ ഇന്റർവ്യൂ എടുക്കാം. ഇത്രയും നാള് ഇത്രയും റിലൻറ്റ്ലെസ് എഫേർട്സ് ഒക്കെ എടുത്തിട്ട് കുറെ അപ്സ് ആൻഡ് ഡൗൺസും കുറെ സ്ട്രഗിൾസ് ഒക്കെ കഴിഞ്ഞ ഒരു വീട് കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം, സമാധാനം, അത്ര തന്നെ. വേറെ ശരിക്കും ഭയങ്കര അൺനാച്ചുറൽ ആണ്. ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല. വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ചേച്ചി ആകെ നെർവസായി, ഞാനും ആകെ നെർവസായി. ഓക്കെ, എല്ലാരും മേളിലുണ്ട്. നേരെ മേളിലേക്ക് പോകാനായിട്ട് മദ്യമാണല്ലോ ആദ്യം വീട്ടിൽ രണ്ടും കൂടെ കുപ്പിപാത്രമായിട്ട് എടുത്ത കുഴപ്പമുണ്ടോ? കുപ്പിപാത്രം ഇതിലെന്താ നീ കീടമാണോടാ? കീടമാണോ? ഹാപ്പി ഹൗസ് വാമിംഗ് ഗൈസ്.
LA-യിലേക്ക് പോകാം. അതെ. യെസ്. ഇന്നെന്താ പരിപാടി? ഇന്ന് നമ്മുടെ UK-യിലെ ആദ്യത്തെ വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഗായ്സ്. ഹൗസ് വാമിംഗ് കഴിഞ്ഞു. അടുത്തതായി നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വേണ്ടി പോകാൻ പോവാണ്. അപ്പൊ ഞാനും മീനും ദോ അവിടെ അച്ചുവും എല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഓക്കെ ബൈ. പാവം ചേട്ടായി ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ഇപ്പൊ തന്നെ ക്ലീനിങ് എല്ലാം ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല ദോശയും നല്ല ഇതെന്താ ചേച്ചി ചായ വെക്കുകയാണോ? കാപ്പി, ഇഡ്ഡലി, ദോശ, വട. ഇഡ്ഡലി ദോശ വട. ഇഡ്ഡലി ദോശ കറുബ എന്താ വേണ്ടേ? ഇവിടെ എന്താ ചോറ് കരുക, നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ചോറ് കരുക. അവര് വൈകുന്നേരത്തേക്കുള്ള പരിപാടിക്കുള്ള ഗ്രില്ലും കൊണ്ടുവരുക. ഗിഫ്റ്റ് നമ്പർ 2 ഗ്രില്ല്. ഇന്നലെ വന്നതാ. ഹലോ നിങ്ങൾ വയറിലായി നോക്കി ഇഡ്ഡലി ഉണ്ട്, നല്ല ഭാവി ഹായ് ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ അല്ലല്ല നമ്മളിപ്പോ ഇവിടെ കറങ്ങാൻ പുറത്തു പോവാണ് ഗൈസ്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഒപ്മോ ബീച്ചിൽ പോവാ. സോ ഞാൻ സോ നമ്മൾ ഇന്ന് ടോയോക്കി മൗണ്ടനാണ് പോകുന്നത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അതിന് ബൈ ഗൈസ്, സീ യു ലേറ്റർ. ഹലോ ഗൈസ്, നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ബെൽച്ച് മൗണ്ടൻ എന്ന ടോക്കിയിലെ പ്രശസ്തമായ ഒരു ഹിൽ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. വ്യൂ പോയിന്റിലേക്ക്. അത് അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. നേർത്ത ഒരു നീർച്ചാലായി ഒഴുകുകയാണ്. മഴക്കാലത്ത് അതിഗംഭീരമായി ഇതല്ലേ ആ മേളില് ആ ചെറിയ നീൽച്ചാൽ നമുക്ക് വലിയ വെള്ളത്തെട്ടാക്കി പറ്റാം. ജോയിൻ ചെയ്യുന്നോ? തീർച്ചയായും കണ്ണൻ, ഞാൻ ജോയിൻ ചെയ്യുന്നതാണ് താങ്കളുടെ കൂടെ. നമ്മൾ മലയാളികൾ, നമ്മൾ നമ്മുടെ കഴിവുകൾ. മൂന്നാർ പോയവരുണ്ട്. കണ്ടാതെ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കാണാൻ സാധിക്കുന്ന ഒരു വെള്ളച്ചാട്ടം. പക്ഷെ വെള്ളച്ചാട്ടം ഇല്ലല്ലോ ഇപ്പൊ. ആ താഴെ പൈൻ മരങ്ങൾ നിർത്തിയിരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഡ്രൈവർ എന്ന് വിചാരിക്കട്ടെ ആൾക്കാർ. ഇത് കാണാനുള്ള അടിപൊളി സ്ഥലമാണ്. നമുക്ക് വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ ഐസ്ക്രീം കടയുണ്ട്. സൈക്ലിംഗ് ഒക്കെ ഉണ്ടല്ലേ? താഴെ കാർ കൊണ്ടിട്ട് സൈക്കിളോട്ട് ഇങ്ങനെ കയറുന്ന അറിയില്ല. നമ്മൾ എത്തി. ഉറങ്ങുവാണോ? അമ്മയുടെ പാല് കുടിക്കുന്ന ഒരു പാവം കുഞ്ഞാണത്.
പാല് കിട്ടാത്തപ്പോ അത് ഇടിക്കുന്നു. കാലിന് തലയിലോട്ട് വെച്ചോളൂ. ഇവാച്ചു കാണാൻ വയ്യ. എന്റെ തല ആമീനെ കൂടെ നോക്ക്. ഞങ്ങളെ കാണുന്നില്ല. ഹലോ എന്റെ തല, എന്റെ ഫുൾ ഫേസ്. ചേട്ടാ വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ചേട്ടായിക്ക് എന്താണ് തോന്നുന്നത്? എന്തോ ബാധ്യതയുടെ അളവ് കൂടിയതാണ് ഏറ്റവും വലിയ. സാലറി കയ്യിലേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഉച്ചക്കത്തെ സ്പെഷ്യൽ മീൻകറി തിളച്ചുകൊണ്ടിരിക്കണു. പപ്പടം ചേച്ചി ഇവിടെ വറുത്ത് വെച്ചേക്കണു. പിന്നെ അതെന്താ ചേച്ചി, മോരാണോ? മോര് ഇതെടുക്കുന്നു. സാൻ ചേച്ചി ഇവിടെ സാമ്പാർ എടുക്കുന്നു. നല്ല അടിപൊളി ഇടിയിറച്ചി ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ എന്താണ്, നല്ല തോരനുണ്ട്. ഓക്കെ, ഗീവാച്ചിന്റെ റിവ്യൂ എടുക്കാം. ഫുഡ് എങ്ങനെയുണ്ട്? ചോറ് എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. ഉപ്പ് എരിവൊക്കെ കറക്റ്റ് ആണോ? ഓക്കെ. ചേട്ടായും അനുവും ലിജോ ചേട്ടനും കൂടി നമ്മുടെ മറ്റേ ബാർബിക്യൂ സെറ്റ് ഫിക്സ് ചെയ്യുക. ഇത് കീറട്ടെ? കീറിക്കോ.
ഞാനേ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഈ ചെടിയില്ലേ, സോ നിങ്ങൾക്ക് ഈ സൈഡും കൂടെ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അത് കുറച്ച് നേരത്തെ നീ ഇൻട്രോ ആയിട്ട് ഇട്ടേക്കണം കേട്ടോ. എടാ ഇത് ഇതേതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇത് ഏത് പാത്രത്തിലേക്ക് അങ്ങനെ നമ്മുടെ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോ ഗ്രില്ല് ചെയ്താൽ മതി. ഇതെന്തോ വാച്ചുകൊട്ടാ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ ആ ചിക്കൻ ഇപ്പോൾ ഫോട്ടോ ഇങ്ങനെ കണ്ടോണേ. ആ ഫോട്ടോ ആയിട്ട് രണ്ട് ചിക്കൻ ആ കാല് മുറിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇന്ന് നമ്മൾ അടിച്ചു പൊളിച്ച് തടക്കും. അടിച്ചു പൊളിച്ച് തകർക്കും. ഞാൻ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട് ഇവാച്ചുക്കുട്ടൻ അങ്ങ് ആവേശം കയറി. ഇവാച്ചുക്കുട്ടൻ എന്താ പറയുന്ന ടാബും ഫോണും എല്ലാം എടുത്ത് പുതിയ വ്ളോഗ് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി ഗ്രില്ല് ചെയ്യുമ്പോൾ കാണാം അല്ലേ? ഓക്കെ. മസാല റെഡി ഫോർ ഗ്രില്ലിങ്. നമ്മളിപ്പോ വൈകുന്നേരം ഇങ്ങനെ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഇത് എന്റെ വീഡിയോ ടിവിയിൽ കണ്ടോണ്ടിരിക്കുക. ഒരു മനുഷ്യരുടെ അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ അവസ്ഥാന്തരങ്ങളെ കേട്ടോ, നമ്മുടെ വീഡിയോ ആസ്വദിക്കുന്ന പെട്ടല്ലോ ഭഗവാൻ. അയ്യവാ കണ്ടോ അരുവിന് നോക്ക്. ബാർബിക്യൂന് തീയൊക്കെ കത്തിച്ച് എന്നിട്ട് ഇവരിങ്ങനെ ഇതിന്റെ ടൈമറൊക്കെ നോക്കി നിൽക്കുകയാണ്. സോ ഇത് കുറച്ചങ്ങ് ഹീറ്റ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് വെക്കാം. അപ്പൊ നമ്മള് ചിക്കൻ വെക്കാൻ പോവാണോ? ഫ്രൈ ഉള്ളല്ലേ? നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെക്കാം. നോക്കട്ടെ. അങ്ങനെ വെച്ചു നമ്മുടെ ആദ്യത്തെ പീസ്. കൈ വിട്ടറ എല്ലാരും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മറ്റേ അങ്ങനെ നമ്മൾ 4 പീസും വെച്ചിരിക്കുവാണ്. 4 പീസും വെച്ചല്ലേ? 4 പീസും വെച്ചു. അടച്ചു. ഇത് അടയ്ക്കുവോ ചേട്ടായി? ഇവിടെ ടെമ്പറേച്ചർ മാറും. ആണോ? അല്ല അത് ചെയ്യുമ്പോ വീഡിയോക്ക് ടെമ്പറേച്ചർ ഇവിടെ കേറുന്ന കാണാം. ആണോ? അതെ കണ്ടോ? അതെ കേറി തുടങ്ങിയോ? അതെ കണ്ടോ? ഇത് അടച്ചു കഴിയുമ്പോഴോ ടെമ്പറേച്ചർ. എന്നിട്ട് നമുക്ക് സ്പെസിഫിക് ടെമ്പറേച്ചർ ആകുമ്പോൾ ഈ സാധനം തുറക്കോ ഫ്യൂല് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ 50, 100 150 കൂടിക്കൊണ്ടിരിക്കുവാണ്. കണ്ടോ? അങ്ങനെ ഇത് വീണ്ടും കയറി തുടങ്ങി. അങ്ങനെ വീണ്ടും 200 ഒപ്പം കുറെ പുകയും വരുന്നുണ്ട്. കണ്ടോ? ടെമ്പറേച്ചർ പിന്നെയും കൂടി തുടങ്ങി. ടെമ്പറേച്ചർ കൂടിയപ്പോഴത്തേക്കും ഇത് കണ്ടോ പുക വരുന്നുണ്ടോ ഇതിൻ്റെ അകത്തുനിന്ന്? ഭയങ്കര പുക. അങ്ങനെ ദേ കേറി 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 നമ്മുടെ പൂജ്യത്തിൽ നിന്നത് 250 വരെ എത്തി. 250 ആവുന്നേ ഉള്ളൂ. മറ്റേ ഞാനിപ്പോ പറയായിരുന്നേ, ഈ ആരിക്കരമ്പലത്തിലൊക്കെ ഉണ്ട പുഴുങ്ങാൻ പോകുമ്പോ ഈ വൈബ കണ്ണ് നീറിട്ട് വയ്യ. ഉണ്ട വിഴുങ്ങാൻ പോയി ഉണ്ടകത്ത് ഞാൻ ഒരാളോളത്ത് എടുത്തത്. ഉണ്ടകത്തുന്ന കാര്യമൊന്നും പറയണ്ട.
ഞങ്ങൾ ഇവിടെയല്ലേ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇപ്പുറത്തെ മതിലിൽ കണ്ടതാണ് നിറയെ ബ്ലാക്ക്ബെറി. ഇത് കണ്ട, ഇതാദ്യം പച്ചയാവും, പിന്നെ ഇത് റെഡാവും, പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കറുത്തത് കാണും, ബ്ലാക്ക്ബെറി ആയി നിൽക്കുന്നത്. കണ്ട, ഇങ്ങനെയാണ് ബ്ലാക്ക്ബെറി ഉണ്ടാവുന്നത്. ഇതാണ് ബ്ലാക്ക്ബെറി. പക്ഷേ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാ റോഡിലും ഇത് കാണും. ഇവിടെ കാട് പിടിച്ച് വളർന്ന് ഇങ്ങനെ ശല്യമായിട്ട് നിൽക്കുക. ഞാനിങ്ങനെ ചുമ്മാ പറമ്പിൽ കൂടി നടക്കുമായിരുന്നു. അപ്പോൾ സ്ട്രോബെറിയുടെ ചെടി കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇതൊരു എക്സ്ട്രാ ബോണസ് ആയിരുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ ഐ ഫൗണ്ട് സംതിങ് ക്യൂട്ട്. ഇത് കണ്ടോ, ഒരു കുഞ്ഞൻ സ്ട്രോബെറി ഉണ്ടായി കിടക്കുന്നുണ്ടോ? ഓ ഹൗ ക്യൂട്ട് അല്ലേ. ഇങ്ങനെയാണ് സ്ട്രോബെറി ഉണ്ടാവുക. കണ്ടോ, എന്താ ആ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ ഇവിടെ നോക്ക്, താഴെ 2-3 പേരും കൂടെ ഹൈഡ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. സോ ഇങ്ങനെയാണ് സ്ട്രോബെറി ഉണ്ടാവുന്നത്. നമ്മൾ സ്ട്രോബെറി പിടിക്കാൻ പോയ നേരം കൊണ്ട് ചേട്ടായി ഇവിടെ ഫുൾ സെറ്റ് ചെയ്ത് കത്തിക്കുവോ. ഇതെന്താ, അടുത്തതും കൂടി വെച്ചോ? അടുത്ത അംഗസംഖ്യ കൂടുതലാണ്ട് പെട്ടെന്ന് സാധനം ശരിയാക്കാൻ വേണ്ടി അടുത്ത ബാർബിക്യും കൂടി. 2 ബാർബിക്യൂ ഉള്ള റിച്ച് ലൈഫാണ് നമ്മുടേത്. 944. അങ്ങനെ നമ്മൾ അടുത്ത ബാർബിക്യും കൂടി സെറ്റ് ചെയ്തു. ഇനിയിപ്പം അതിലും ഇതിലും കൂടി ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇൻ ദ മീൻ ടൈം നമ്മളിവിടെ ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു. യെസ്, ഇറ്റ്സ് ചിക്കൻ ടൈം. സെറ്റ് ചെയ്തിട്ടൊക്കെ അവരുടെ നടുക്ക് കറക്റ്റ് കൊണ്ട് ഞങ്ങൾ കൊണ്ട് ടെന്റും കെട്ടി മനസ്സിലായോ? ഹാർട്ട് ഷേപ്പ് ഇതിന്. എന്റെ ഹാർട്ട് പൊരിച്ചിരുന്നു. അയ്യോ, എന്നാ തിന്നണ്ട. രാവിലെ എണ്ണീറ്റപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ ആരും പറഞ്ഞില്ല. രാവിലെ എണ്ണീറ്റപ്പോഴാണ് അറിയുന്നത്. ഓ, ഇതാ അവന്മാരില്ലേ, അബിയില്ലേ, അബിയൊക്കെ ഒരു ദിവസം പോയി. നമ്മുടെ ഇന്നത്തെ ഡേ എന്ത് ചെയ്യാണ്? നമ്മളിവിടെ വിഭവസമൃദ്ധമായ അതിസ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അടുത്ത ഇവിടെ കാണിക്കണം പ്ലേറ്റിൽ. അത് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ ഇങ്ങോട്ട് വെന്തുകൊണ്ടിരിക്കുന്ന ചിക്കൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് പിന്നെന്ത് ഇത്രയും വലിയ കമന്ററി കൊടുത്തു? എനിക്കോ 2 കേരളത്തിലോട്ടെ അവരൊരു പ്ലേറ്റിൽ 2 പൊറോട്ട കഴിക്കും. അതുകൊണ്ട് അവിടെ ഒരു പ്ലേറ്റ് മതി. ഓക്കെ ബൈ, താങ്ക്സ്. Okay, bye. Thanks for watching. Bye.